ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് കേട്ടോ. എളുപ്പവഴി. കാര്യം വെച്ചാൽ പുള്ളിക്കാരത്തി എൻ്റെ ഷോ 1-2 പ്രാവശ്യം കണ്ടപ്പോഴത്തേന് ഞാൻ എപ്പോഴും പറയുവല്ലേ, ജോലി തീർത്തിട്ട് അടുക്കളയിൽ നിന്ന് മാറാൻ പറ്റുന്ന ഏതെങ്കിലും നല്ല റെസിപ്പി എന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് പുള്ളിക്കാരത്തി പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. അന്നേരം എന്നാന്ന് വെച്ചാൽ ഈ റെസിപ്പി ഞാൻ വീട്ടിൽ പരീക്ഷിച്ചു. അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ ചേർത്ത് അതിനൊന്ന് മാറ്റം വരുത്തിയതാണേ. അങ്ങനെ മാറ്റം വരുത്തിയപ്പോഴത്തേക്ക് സാധാരണ ഞാൻ പറയില്ലേ, ഞാൻ എല്ലാ റെസിപ്പിയും ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് വരുന്ന ഗിനി പിക്സ് എന്ന് പറയുന്ന എൻ്റെ ഏട്ടനും എൻ്റെ 3 മക്കളുമാണ്. അന്നേരം ഇപ്രാവശ്യം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഗിനി പിഗ് ആയത് എൻ്റെ ഏറ്റവും എന്താ പറയുക, ഏട്ടൻ്റെയും എൻ്റെയും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എൻ്റെ ഒരു ആങ്ങളെയും അതേപോലെ എൻ്റെ ചേച്ചിയും തന്നെയാണ് ഇതിന് ഗിനി പിഗായി മാറിയത്. വേറെ ആരുമല്ല, ആൽവിൻ ആൻ്റണിയും ലീന ആൻ്റണിയുമാണ്. ഞാനതെല്ലാം കൊടുത്തേച്ച് ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ ഇതിന് ഇതുവരെ ഒരു പേരിട്ടിട്ടില്ല, ഈ കോഴിക്ക് എന്നാ പേരിടുന്നത്, ഈ കോഴിക്കറിക്ക് എന്നാ പേരിടുന്നതെന്ന് ചോദിച്ചേ. അപ്പോൾ പുള്ളി പറഞ്ഞ എന്നാന്നറിയാവോ, ഈ കോഴിക്ക് മൃദുല കോഴി എന്ന് പേരിടാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കോഴിക്കറിക്ക് മൃദുല കോഴി എന്നാ പേരിട്ടെ. അപ്പം ഇതിന് ഈ ഒരു റെസിപ്പിക്ക് ഈ ഒരു കഥയുണ്ട്. ഏട്ടൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ പ്രൊഡ്യൂസറും വൈഫുമാണ് അവർ. ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടല്ല, അത് ശരിക്കും എൻ്റെ ഒരു ആങ്ങളെയും എൻ്റെ ഒരു ചേച്ചിയും തന്നെയാണ്. അതേപോലെ വേറൊരു കഥ എന്നാന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പ് പോലും എനിക്ക് എൻ്റെ ലീന ചേച്ചി, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ലീന ചേച്ചി ചെയ്ത് തന്നത്. അപ്പം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എന്താ പറയുക ഒരു ഭാഗമാണ്. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ചിക്കൻ്റെ റെസിപ്പിയാണ്. അതായത് ആൻഷൻ്റെ ഭാഷയിൽ മൃദുല കോഴി എന്നാണ് അദ്ദേഹം പേരിട്ടത്. ഇനി വേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, ഇച്ചിരി എളുപ്പമാണ്. അതിനകത്ത് എക്സ്ട്രാ വരുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ. അത് മിക്ക വീടുകളിലും ഇപ്പോൾ ഉണ്ട്, അതിനൊരു നോ പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ ഇല്ലേ തന്നെ വല്ല ബദാമോ ഈ കപ്പലണ്ടി ഇടുമ്പോൾ കുറച്ചൊന്ന് നോക്കണം. എന്നാന്നറിയോ, കാഷ്യൂവിൻ്റെയും കപ്പലണ്ടിയുടെയും ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി ഇത്രയൊക്കെ കഥയുണ്ടാക്കി ഇത്രയൊക്കെ എന്താ പറയുക പരീക്ഷണം ചെയ്ത ഒരു റെസിപ്പി എങ്ങനെയാന്ന് വെച്ചാൽ, അതും ഞാൻ പറഞ്ഞു, നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ മാത്രം മതി എന്നുള്ളത്. ഇനി നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അതിന് ചെയ്യണമെന്ന് എൻ്റെ ഇൻഗ്രീഡിയൻസ് അറിയണം അല്ലേ. ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാണ് വേണ്ടിയെന്ന് വെച്ചാൽ, പുളി ഇല്ലാത്ത തൈര് ഫസ്റ്റ് വേണ്ടിയത്, ഒരു എന്താ പറയുക ഒരു 1/2 കപ്പ്. അത് കഴിഞ്ഞാൽ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അത് പൗഡർ തന്നെ വേണേ, അതല്ല നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുവാണെങ്കിൽ അങ്ങനെ മതി. പിന്നെ ഉള്ളത് ഇച്ചിരി ഉപ്പ്, കുറച്ച് നാരങ്ങാ നീര്, പിന്നെ ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആയത് മേടിച്ചേക്കുന്ന, അല്ല ഞാൻ ചതച്ചതല്ല, നേരം കിട്ടാത്തതുകൊണ്ട് മേടിച്ച കേട്ടോ. എന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചതയ്ക്കാൻ എത്ര നേരം വേണമെന്ന് ചില അമ്മമാർ ചോദിക്കും. പക്ഷെ എന്നാ ചെയ്യാനാമ്മേ, ഈ ഒത്തിരി ഓട്ടത്തിൻ്റെ ഇടയിൽ നേരം കിട്ടിയില്ല, അതുകൊണ്ട് ഇച്ചിരി മേടിച്ചെന്നേ ഉള്ളൂ. പിന്നെ വേണ്ടിയത്, ഇതൊരു വലിയ മുഴുത്ത ഉള്ളി ഒരെണ്ണോ അല്ലെങ്കിൽ ഒരു 2 മീഡിയം സൈസ് ഉള്ളിയോ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തേക്കുന്നതാണേ. ഇതെന്നെ ഈ നിറമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാ മറ്റേ ചുമന്ന സവാളയില്ലേ അതാ. പിന്നെ ഉള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതായത് ഒരു 10-15 എണ്ണം വേണം. വറ്റൽമുളക് നമ്മുടെ എരിവ് അനുസരിച്ച്, കാശ്മീരി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ സാധാ വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി മല്ലി മീൻസ് എന്താ പറയുക 1 ടേബിൾ സ്പൂണോളം പച്ചമല്ലി. പിന്നെ വേണ്ടിയത് ഒരു ടീസ്പൂൺ കണക്കിനുള്ള ജീരകം, അതായത് സാധാ നമ്മുടെ ജീരകം. പിന്നെ ഉള്ളത് പെരുംജീരകം വേണം, അതും 1 ടീസ്പൂൺ കണക്കാണ്. ഈ ടീസ്പൂൺ കണക്ക് ഞാൻ പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മളിതൊരു ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു മസാല. അപ്പോൾ ആ മസാലയ്ക്ക് ഒരു അളവില്ല എന്നുണ്ടെങ്കിൽ 1 കിലോ കോഴിയുടെ കണക്കാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊന്ന് കുറിച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ ജാതിക്കയും ജാതിപത്രിയും ഉണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ, ജാതിക്ക ഒരു മുഴുത്ത ഒരു കഷ്ണം എടുക്കുവാണെങ്കിൽ, അത് പൊട്ടിക്കുവാണെങ്കിൽ ഇതേണ്ട ഈ ഒരു കഷ്ണത്തോളവും മതി. പിന്നെ അതിൻ്റെ ഇതളാണെങ്കിൽ ഇതേപോലെയാ, ഇതിൻ്റെ ഒരു 1/2 പോർഷൻ മതി. പിന്നെ വേണ്ടിയത് ഒരു 3-4 അല്ലെങ്കിൽ ഒരു 5 ഏലക്ക. ഇതെന്നാന്നറിയാവോ, ഇത് ഇച്ചിരി ഫ്രഷ് ക്രീമാണ്, അതുകൂടെ വേണം. ഇതിനൊരു ഓപ്ഷൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഥവാ ഫ്രഷ് ക്രീം ഇട്ടില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി നെക്സ്റ്റ് വേണ്ടി എന്നാന്ന് വെച്ചാൽ, കുറച്ച് പച്ചമുളക്. ഈ പച്ചമുളകിൻ്റെ എരിവ് എന്ന് പറയുന്നത് കറിക്കകത്തോട്ട് ഇറങ്ങണമെന്ന് ചോദിച്ചാൽ അത്രയും വേണ്ട, പക്ഷെ ചൂട് ചിക്കനകത്ത് ഇടുമ്പം ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങും. അതുമാത്രമല്ല, ആ ഒരു പച്ചമുളക് ഉണ്ടല്ലോ ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ഇപ്പം ഞാൻ മേടിച്ചേക്കുന്ന ഒരു ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് തന്നെ വേണമെന്നൊന്നുമില്ല, ബോൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഏകദേശം 1 കിലോളം ചിക്കനുണ്ട്.
ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഫസ്റ്റ് ചേർക്കാൻ പോകുന്നത്. ആദ്യം കുറച്ച് തൈര്, പുളിയില്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കുരുമുളക് പൊടിയാണ്. അതൊരു ടീസ്പൂൺ കണക്കാണേ, ഏകദേശം 1 ടീസ്പൂണോളം ഇട്ടോളൂ. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇച്ചിരി ഉപ്പ്, അത്രയും ചിക്കന് വേണ്ടിയുള്ള ഉപ്പാണേ. 1 കിലോ കോഴിയാണെങ്കിൽ 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് വേണ്ടേ. ഇപ്പം എന്നാന്ന് വെച്ചാൽ മേടിക്കുന്നതായതുകൊണ്ട് ഒരു 3/4 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 1 നാരങ്ങയുടെ നീര്, അപ്പോൾ ടീസ്പൂൺ കണക്കാണെങ്കിൽ ഒരു 3 ടീസ്പൂണോളം വരുമായിരിക്കും. നാരങ്ങയുടെ വലിപ്പക്കുറവും ഒക്കെ ഉണ്ട്, ഇതെല്ലാം കണക്കാക്കി വേണം എടുക്കാൻ. ഇനി ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ഈ ചിക്കനെ പുരട്ടി വെക്കാൻ പോവാം. ഇനിയിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന സകല സാധനവും നിങ്ങൾ വീട്ടിലെടുക്കുമ്പോൾ അഥവാ ഇച്ചിരി കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇച്ചിരി വീതം ചേർക്കാവുന്നതേ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇത്രയേ ചേർക്കാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഒന്ന് നോക്കുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളത്, അതനുസരിച്ച് ചേർത്തോ. ശരിക്കും ഇനി ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് എന്നാ നമുക്ക് ഈ ഉള്ളിയില്ലേ, അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അത് ഏത് എണ്ണയാന്ന് വെച്ചാൽ നമ്മുടെ സാധാ റിഫൈൻഡ് ഓയിൽ തന്നെ മതി, വെളിച്ചെണ്ണയൊന്നും വേണ്ട. അരച്ച ഉള്ളി വഴറ്റാൻ ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇച്ചിരി സമയം കൂടുതൽ എടുക്കും, കാരണം അതിനകത്തെ വെള്ളത്തിൻ്റെ കണ്ടന്റ് കംപ്ലീറ്റ് അരഞ്ഞു വരും. അപ്പോൾ ആ വെള്ളം വറ്റിയിട്ട് വേണം ഉള്ളി വാടാനായിട്ട്. വാടുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ ശരിക്കും ആ ഉള്ളി ഒന്ന് മൂപ്പിച്ചാണ് എടുക്കുന്നത്. നല്ല മുരിഞ്ഞു വരണം. മുരിഞ്ഞു വരണം എന്ന് വെച്ചാൽ ബിരിയാണിക്ക് വരുന്ന പോലെ അല്ല, പക്ഷേ ഒന്ന് ബ്രൗൺ ആയി വരണം. ഓക്കെ, എണ്ണ ഒരുപാട് ചൂടാവുന്നതിന് മുമ്പ് ഞാൻ ഈ ഉള്ളി അങ്ങ് ഇടുക. കാര്യം എന്നാണെന്നറിയാവോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളമുണ്ട്, അപ്പം മേത്തോട്ട് തെറിക്കാനായിട്ട് എളുപ്പ വഴിയാണ്. അപ്പം ഇവിടെ ഇരുന്ന് മൂക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ മസാല ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അപ്പം അതിനാണ് ഞാൻ പറഞ്ഞേ, വേണ്ട അണ്ടിപ്പരിപ്പ് ഒരു 10-15 എണ്ണം. ഓക്കെ, അതിൻ്റെ കൂടെ വറ്റൽ മുളക് ഒരു എരിവ് അനുസരിച്ച്, ഇപ്പം ഇവിടെ ഞാനൊരു 15 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് 1 കിലോ ചിക്കനില്ലേ. 15 അല്ലെങ്കിൽ ഒരു 12 വറ്റൽ മുളക് ആയാലും മതി. ഇനി വേണ്ടിയത് 1 ടേബിൾ സ്പൂൺ കണക്ക് മല്ലി, 1 ടീസ്പൂൺ കണക്ക് ജീരകം, അതേപോലെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി വേണ്ട എന്നാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതിക്കായുടെ 1 കഷ്ണവും കാ 1 കഷ്ണവും, അതായത് ഫുൾ കാ വേണ്ട, ഒരു ചെറിയ കായുടെ 1 കഷ്ണവും, അതേപോലെ അതിൻ്റെ എതളില് ഒരു പകുതി എതളും. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 ഏലക്ക. ഇതിനെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എന്നാന്നറിയാവോ, നമ്മൾ ഒരുപാട് പൊടിച്ചെടുക്കരുത്, എന്നാ പൊടിയും വേണം ആ പരുവത്തിന്. അതായത് ആ ഒരു ക്രഷ് ഫീലിംഗും ഉണ്ട്, എന്നാ പൗഡേർഡ് ഫീലിംഗും വേണം. ആ രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. ഇതിന്റെ ഡ്രൈ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് എന്താ പറയാ മുരിഞ്ഞ് അങ്ങനെ വരണ്ട, ഒന്ന് മൂക്കാൻ, അതായത് ഒന്ന് ചൂടായാൽ മതിയേ. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഇതിനകത്ത് ഇന്ന് ആ പുക പോകുന്ന അറിയാം, ആ ഒരു ചൂട് മതി.
സ്പൈസസ് എല്ലാം ഒന്ന് നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ശരിക്കും ഭയങ്കര മുരുമുര വന്നാൽ ആ പൊടിയാൻ പറ്റുക പറയും. പക്ഷെ അങ്ങനെയില്ല. ഞാനിപ്പോൾ അത്രയും മൊരിക്കാത്തത് കൊണ്ട് ഞാനിപ്പം ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാം. പൊടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് പൗഡേർഡ് അല്ല, എന്നാൽ ക്രഷും അല്ല, ആ പരുവം. ഇതിവിടെ പൊടിക്കാൻ ഞാൻ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തോട്ടെ. പക്ഷെ എൻ്റെ ഉള്ളി മൂത്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ചിക്കൻ ഇടണം. അപ്പം ചിക്കൻ ഇട്ടേച്ച് ഞാൻ ബാക്കിയൊന്ന് പൊടിക്കാം. ഇതാ ഞാൻ ആ പറഞ്ഞ പരുവം. ഒത്തിരി പൊടിഞ്ഞിട്ടില്ല, എന്നാൽ പൗഡർ ആവുകയും വേണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ മണം നമ്മുടെ ചിക്കനകത്ത് വരുവല്ല. 1 കിലോ കോഴിയുടെ എത്ര മസാല വേണോ അതിൻ്റെ അളവാ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഉള്ളിക്കകത്തോട്ട് ഞാൻ ആ ചിക്കനും ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കംപ്ലീറ്റ് ഇട്ടു. ഇനി എന്നാന്ന് വെച്ചാൽ ഹാഫ്, അതായത് ചിക്കൻ ഒന്ന് വൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാല ചേർക്കാം. ഇതിന് എന്താ പറയുക, ബോൺലെസ്സും കൂടെ ആകുമ്പോൾ ഒത്തിരി ചിക്കൻ വലിയ വേവില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ മസാലയും കൂടെ ചിക്കനകത്തോട്ട് പിടിക്കണമല്ലോ. അപ്പം അതിൻ്റെതായ ഒരു സമയവും കൊടുക്കുകയും വേണം. ഇപ്പം വേണ്ട ചിക്കൻ എല്ലാം വൈറ്റ് ആയിട്ടുണ്ട്, ഒരു പിങ്ക് ഷെയ്ഡ് പോലും ഇല്ല. ഇനി ഞാൻ ഈ മസാലയും കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വെന്താൽ മാത്രമേ ആ കറിക്ക് ഒരു രുചി ഉണ്ടാവത്തുള്ളൂ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കില്ലേ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കാം. എനിക്ക് ആ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്താലേ ഒരു തൃപ്തിയുള്ളൂ. വേണമെങ്കിൽ മാത്രം, വേണം എന്നില്ല, മസ്റ്റ് അല്ല. പക്ഷേ ഇങ്ങനത്തെ നോൺ വെജ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞ ചേർക്കുന്നത് നല്ലതല്ലേ. ഇപ്പം നോൺ വെജിലെന്നല്ല, വെജിലായാലും കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നതല്ല. അപ്പം ഞാനൊരു ഇച്ചിരി മഞ്ഞ ഇടുവാണേ. ഒരു നിർബന്ധവും ഇല്ല, ഇത് എൻ്റെ ഇഷ്ടമാണ്. ഇത് പറഞ്ഞു തന്ന, ഈ റെസിപ്പി പറഞ്ഞു തന്ന ആളും ഒന്നും പറഞ്ഞില്ല, രുചിച്ചു നോക്കിയ ആളും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഈ കറി നല്ല ബെസ്റ്റ് ടേസ്റ്റ് ഉള്ള ഒരു ഭയങ്കര നല്ല കറി. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കറി നമുക്ക് പേരിട്ട ആൾക്കും പറഞ്ഞു തന്ന ആൾക്കും വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം. എന്തായാലും മസാലയും എല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ഗ്രേവി, ചിക്കനിൽ നിന്ന് ഊറിയ വെള്ളം കംപ്ലീറ്റ് ആ മസാലയിൽ അങ്ങ് പിടിച്ചു. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ ചിക്കൻ വേവാനും മസാല പിടിക്കാനും ഉള്ള ഒരു വെള്ളം ഇതിനകത്ത് വേണം. അപ്പം ഞാനൊരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചാൽ ഇത് അടച്ചിടാൻ പോവാ. എന്നാ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പച്ചമുളക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവി വാങ്ങാൻ നേരം പച്ചമുളക് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം. പക്ഷെ ഇതിനകത്ത് എൻ്റെ സജഷൻ ആദ്യം ഒരു 3-4 പച്ചമുളക് ഇടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതിൻ്റെ ഫ്ലേവറും കൂടെ ഒന്ന് ഇറങ്ങിക്കോട്ടെ. ഇതിന് ശരിക്കും നിറച്ച് കറിവേപ്പിലല്ല, നിറച്ച് മല്ലിയില ഇടേണ്ടത്. ഇത്രയേ ഉള്ളൂ ചിക്കൻ കറി. ഇനി അത് ആ ചിക്കൻ കറി, ചിക്കൻ ഒന്ന് വേവണം. അതിൻ്റെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എത്ര വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലേ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി ജൂലിയൻസ് ആയിട്ട് അരിഞ്ഞ് വെച്ച് അതും, പിന്നെ ഈ ബാക്കി വരുന്ന പച്ചമുളക് എത്രയാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതും, കുറച്ച് മല്ലിയില നല്ലോണം അരിഞ്ഞ് വെച്ചാൽ അത് കുഞ്ഞുകുഞ്ഞായിട്ട് അരിയണേ, അതും കൂടെ ഒന്നിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ആ ഗ്രേവിയോട് കൂടി ഒരു നല്ല മുരിഞ്ഞ പറോട്ടയോ അല്ലെങ്കിൽ ഒരു ബ്രെഡോ, ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനായത്. വാങ്ങുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കാം. ഇനി നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കാൻ ഞാനിപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് ചേർക്കാമെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ മറന്നുപോയാൽ, അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അയ്യോ ഓർത്തില്ലല്ലോ എന്ന് തോന്നിപ്പോയാൽ മറക്കാതിരിക്കാൻ ഞാൻ വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി 1 സ്പൂൺ ക്രീമും കൂടെ ചേർക്കാം.
ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 1-2 സ്പൂൺ ചേർക്കുന്നത്. അതല്ല, ഒരു വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒറ്റ സ്പൂൺ ചേർത്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആൻ ചേട്ടൻ പറഞ്ഞു തന്ന പോലെ ഉള്ള മൃദുലക്കോഴി, അതായത് പേരിട്ടുന്നേ ഉള്ളൂ, പക്ഷെ കണ്ടുപിടിച്ചത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പം വളരെ എളുപ്പമല്ലേ? സ്റ്റൂവ്, മപ്പാസ് അങ്ങനെയൊക്കെ ഒരു ഫാമിലിയിൽ പെടുന്നതാണോ എന്ന് ചോദിച്ചാൽ ആണ്. അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബട്ടർ ചിക്കൻ്റെ ഫ്ലേവറും വരും, എന്നാൽ മപ്പാസിൻ്റെ ഒക്കെ ഫ്ലേവർ വരും. ഞാൻ ശരിക്കും പുള്ളിക്കാരത്തിനെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് നിഷ എന്ന് പറഞ്ഞ ഒരാളൊക്കെ പറഞ്ഞു തന്നെ എനിക്ക്. അപ്പോൾ പുള്ളിക്കാരത്തി ഞാൻ ശരിക്കും എന്നെപ്പോലെ ഒരു കുക്കിങ്ങിനോട് ക്രേസ് ഉള്ള എൻ്റെ ഫ്രണ്ടും. അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. Let's cook with love.